കഴിഞ്ഞ ദിവസം വന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കേസ്. ആ വീടെടുത്തതിന് ശേഷമാണ് ആ വീട്ടിലെ ഉമ്മ മരണപ്പെടുന്നത്, ആ സഹോദരിയുടെ ഭർത്താവ് മരണപ്പെടുന്നത്. പിന്നീട് രണ്ടാമത് വിവാഹം കഴിച്ച ഭർത്താവിന് പ്രശ്നങ്ങൾ വരുന്നു, ജോലി നഷ്ടമാകുന്നു, ജോലിയിൽ സാമ്പത്തികമായി പുരോഗതിയില്ലാതിരിക്കുന്നു. ആ വീട്ടിലെ ഉമ്മയ്ക്കും അതേപോലെ തന്നെ മക്കൾക്കൊക്കെ ധാരാളമായി രോഗങ്ങൾ വരുന്നു. ഒരു നിലക്കും ജീവിതം മുന്നോട്ട് പോകുന്നില്ല, വഴിമുട്ടി നിൽക്കുന്നു. അങ്ങനെയാണ് അവർ ആരുടെയൊക്കെ അടുക്കൽ പോയപ്പോൾ അവിടുന്ന് അവരോട് പറയുന്നു, വീടിന്റെ പറമ്പിന്റെ ഏതോ ഭാഗത്ത് ഷെയ്ത്വാനിന്റെ പിശാചിന്റെ വിശറുണ്ട്. ചില ആളുകൾ വന്നിട്ട് പറയുന്നു, ഒരു ശവമടക്കിയ പറമ്പായതുകൊണ്ട് തന്നെ ഇതിനൊരു പ്രയാസം ഉണ്ടാകും, അതുകൊണ്ട് നിങ്ങളിത് വളരെ പെട്ടെന്ന് വിൽക്കുകയാണ് ഏറ്റവും നല്ലതെന്ന് പറയുന്നു. അങ്ങനെയാണ് അവർ നമ്മോട് കോണ്ടാക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളതിന് അതിൻ്റെതായ രൂപങ്ങളൊക്കെ അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത് ഇത്തരം വിഷയങ്ങൾ ഒരു പക്ഷേ എൻ്റെ ശബ്ദം കേൾക്കുന്ന നിങ്ങളിൽ പലരും അഭിമുഖീകരിച്ചിട്ടുണ്ടാകാം. ഈ വിഷയത്തെ എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതും ഇതുപോലെ പൈശാചികമായ ഷെറുള്ള പിശാചിന്റെ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരാളും ഒരു നിലക്കും ആ വീടും പറമ്പും എടുക്കൂല എന്ന് പറഞ്ഞ ഒരു വീട്ടിലാണ് ഞാൻ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഏകദേശം ഒരു 36 സെന്റോളമുള്ള ഒരു വലിയ പറമ്പും അതിലുള്ള ഒരു വീടും. ഒരു ആളും ആ വീട് വാങ്ങിക്കുന്നില്ല, അതിൽ താമസിക്കുന്നില്ല. അങ്ങനെയാണ് ഞങ്ങൾ ആ വീട് വാങ്ങിക്കുന്നത്. ഞങ്ങൾ ആ വീട് വാങ്ങിച്ച് അതിൽ ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ ആ വീട്ടിൽ ഞങ്ങൾ താമസിക്കുകയും ഞങ്ങൾക്ക് ആ വീട്ടിൽ അത്രയും ആളുകളെ ഒരു നിലക്കും അതിൽ താമസിക്കാൻ കഴിയൂല, പിശാചിന്റെയും ഷെയ്ത്വാനിന്റെയും ഷെറുകൾ ഉണ്ടാകും എന്ന് പറഞ്ഞ് നാട്ടുകാർ മുഴുവനും അയൽവാസികളൊക്കെ പറഞ്ഞ വീട്ടില് ഒരു പിശാചിന്റെ ശല്യവും ഷെയ്ത്വാനിന്റെ ബുദ്ധിമുട്ടും ഇല്ലാതെ ഞങ്ങളൊക്കെ താമസിച്ചപ്പോൾ ഒരു പ്രയാസവുമില്ലാതെ താമസിക്കാൻ കാരണമായ ചില വിഷയങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ പറയുന്നത്. അതോടുകൂടെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ചില തെറ്റിദ്ധാരണകളുണ്ട്. ആ തെറ്റിദ്ധാരണകൾ നീക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഉപയോഗപ്പെടുത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി പഠിക്കാനുള്ള തൗഫീഖ് നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, കഴിഞ്ഞ 1-2 ദിവസങ്ങളിലായിട്ട് സിഹറുമായി ബന്ധപ്പെട്ട വിഷയം, വീടും പറമ്പും വിൽക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, വിവാഹം ശരിയാകുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, അതേപോലെ തന്നെ ബുദ്ധിശക്തി, ഒരു കുട്ടിക്ക് നല്ല ഓർമ്മശക്തി ഉണ്ടാകാനുള്ള വിഷയം, പ്രത്യേകിച്ച് സിഹറുമായി ബന്ധപ്പെട്ട ഒരുപാട് ആളുകൾ ഫോൺ ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ട്. അവരോടൊക്കെ നമ്മൾ എപ്പോഴും ഓർമ്മപ്പെടുത്താറുള്ളത്, നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് സമയമെടുത്തതിന് ശേഷം നിങ്ങൾക്കൊരു സമയം നൽകും. ഈ നമ്പറിൽ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഏത് പ്രശ്നങ്ങളും നിങ്ങൾക്ക് പറയാം. പക്ഷെ നിങ്ങൾ വാട്സപ്പ് വഴി സമയം അപ്പോയിന്റ്മെന്റ് എടുത്തതിന് ശേഷം ആ ഒരു സമയത്ത് നിങ്ങളോട് വിളിക്കാൻ വേണ്ടി പറയും. ആ സമയത്ത് മാത്രമാണ് ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഇത്തരം വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്യേണ്ടതെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ വിളിക്കുന്ന പല സമയങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി നാം അവരുടെ വിഷയങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അവർക്ക് കൊടുത്ത സമയങ്ങളാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തുന്നത്. അതുകൊണ്ട് ഒരു സമയമെടുത്ത് വാട്സപ്പിലൂടെ പ്രത്യേകം എഴുതി ചോദിച്ച് ഒരു സമയമെടുത്ത് ആ സമയത്ത് മാത്രം ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഫോൺ വിളിക്കുക. നേരിട്ട് വരേണ്ട കേസുകളൊക്കെ നമ്മൾ പ്രത്യേകം അറിയിക്കും. അപ്പോൾ നേരിട്ട് വരാം. പലരും ആദ്യം തന്നെ ചോദിക്കുന്നത് നേരിട്ട് വരട്ടെ എന്നുള്ളതാണ്. നേരിട്ട് വരേണ്ടാത്ത ആവശ്യങ്ങളാണ് അധികവും. നിങ്ങൾ പലതും ഇവിടെ നിന്ന് പറഞ്ഞതുപോലെ ചെയ്താൽ ശരിയാകുന്നതാണ്. പിന്നെ ചില ഗൗരവമുള്ള വിഷയങ്ങൾ, പഴക്കമുള്ള സിഹർ, അതേപോലെ തന്നെ ഒരിക്കലും നേരിട്ട് വന്നാലല്ലാതെ ആ ഒരു പേഷ്യന്റിന്റെ, ആ രോഗിയുടെ വിഷയങ്ങൾ നമുക്ക് മനസ്സിലാകൂല. അത്തരം വിഷയങ്ങളാണ് നമ്മൾ നേരിട്ട് വരാൻ വേണ്ടി പറയുക. അപ്പൊ അത്തരം വിഷയങ്ങളിൽ മാത്രമാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, നേരിട്ട് വരേണ്ടത്. അപ്പൊ ഇൻഷാ അല്ലാഹ് നിങ്ങൾ ഈ കാണുന്ന നമ്പറിൽ കോണ്ടാക്ട് ചെയ്ത് വാട്സപ്പിൽ മെസ്സേജ് അയച്ച് സമയം അറിയിച്ച് ആ സമയത്ത് നിങ്ങൾ ഫോൺ വിളിക്കുമ്പോൾ അത് നമുക്ക് കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആദ്യമായിട്ട് ഓർമ്മപ്പെടുത്തുന്നത്, പല ആളുകളും വിളിച്ച് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഉസ്താദേ ഞങ്ങളുടെ വീട്ടില് ശവമടക്കിയിട്ടുണ്ട് എന്നാണ് പലരും പറയുന്നത്. അതുപോലെ തന്നെ നിധിയുണ്ട്, ആ നിധിയുമായി ബന്ധപ്പെട്ട പിശാചുകളുടെ സഞ്ചാരങ്ങൾ ഭൂമിക്കടിയിലൂടെ നടക്കുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങളുടെ വീട്ടിൽ പ്രയാസങ്ങളുണ്ട്, ഉസ്താദ് ഇതൊന്ന് ശരിയാക്കി തരണമെന്നൊക്കെ പല അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളൊക്കെ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചിന്തിച്ചിട്ട് പലരും വിളിക്കുന്നുണ്ട്. അവർക്കൊക്കെ നമുക്ക് കഴിയാവുന്ന രൂപത്തിൽ നാം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ഈ ശവമടക്കിയ വീടുകൾ, ഇത്തരം വീടുകൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് ചോദിച്ചാൽ, നമുക്കങ്ങനെ ഉറപ്പുള്ളൊരു വീടാണ് എന്ന് സങ്കല്പിക്കുക. ഒരു വീട്ടിൽ അങ്ങനെ ശവമടക്കിയിട്ടുണ്ട് എന്ന് ഉറപ്പുള്ള വീട്, അത് ഏത് ശവമാവട്ടെ, ഉറപ്പുള്ള വീടാണെങ്കിൽ അതിന് പോം വഴികളുണ്ട്. അതപ്പോഴേക്ക് വിറ്റ് പോകുകയല്ല വേണ്ടത്. അതപ്പോഴേക്ക് വിൽക്കാൻ വേണ്ടി തീരുമാനിക്കുകയാണെങ്കിൽ ആ വിറ്റ് പോകുന്ന സമയത്ത്
സമയത്ത് അത് എടുക്കുന്ന ആളുകൾക്കും ആ പ്രയാസങ്ങൾ വരൂലേ? നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരാളെ അത്തരം വിഷയങ്ങളിലേക്ക് എത്തിക്കണോ? അപ്പൊ അത്തരം പ്രയാസങ്ങൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ പ്രയാസങ്ങൾ മാറ്റാനുള്ള വഴികളുണ്ട്. ആ വഴികളിലേക്കാണ് നീങ്ങുന്നത്. ആ വഴികളിലേക്ക് എത്തിയാൽ പിന്നെ പ്രയാസങ്ങൾ ഉണ്ടാവില്ല. അതിന് ഞാൻ തെളിവാണ്. ഞങ്ങൾ താമസിക്കുന്ന വീട് ഞാൻ ഏകദേശം പറഞ്ഞല്ലോ. ഇപ്പോഴെല്ലാം മുമ്പ് ഏകദേശം ഒരു 10 വർഷത്തിനുള്ളിൽ താമസിച്ചിരുന്ന വീട് ഇതുപോലെ വലിയ പ്രയാസമുണ്ടെന്ന് പറയുകയും എന്നും രാത്രികളിൽ വീട്ടിൽ അപശബ്ദങ്ങൾ വരികയും മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് ഏറ് വരുന്നുണ്ട് എന്നാണ് കൂടുതലും പറഞ്ഞിരുന്നത്. അതേപോലെ തന്നെ ആളനക്കങ്ങള്, അങ്ങനെയുള്ള പല പൈശാചിക ശത്രുക്കളും ആ വീട്ടിലും ആ പറമ്പിലും ഉണ്ടെന്ന് പറഞ്ഞ് ആ പറമ്പില് ഞങ്ങൾ ഏകദേശം 10 വർഷത്തിനുള്ളിൽ താമസിച്ചിട്ട് ഒരു പ്രശ്നവും ഒരു പ്രയാസവും ആ വീട്ടിലുണ്ടായില്ല. അപ്പോൾ അതിന് ചെയ്യേണ്ട ചില മാർഗങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. അപ്പൊ ശവമടക്കിയ വീട് എന്ന് പറയുന്ന അത് നമ്മൾ ആദ്യമായിട്ടൊരു വീട് എടുക്കുകയാണെങ്കിൽ നല്ലോണം ശ്രദ്ധിക്കണം. അത്തരം ഷെറുകളുള്ള വീടുകളാണോ എന്ന് നോക്കണം. അതെങ്ങനെ നോക്കി മനസ്സിലാക്കാൻ പറ്റും? നമ്മൾ കൈമാറ്റം ചെയ്തു വരുന്ന സമയത്ത് തൊട്ട് മുമ്പുള്ള ആളുകളുടെ അടുക്കൽ അത് ആരാണ് കൊടുത്തതെന്ന് ചോദിച്ചാൽ അവർക്കത് പറയാൻ പറ്റും. അതിന്റെ മുമ്പുള്ള ആളുകളെ തൊട്ട് പറയാൻ പറ്റും. അങ്ങനെ ആ ഭൂമിയുടെ ഒരു ഹിസ്റ്ററി, ആ ഒരു പ്രോപ്പർട്ടിയുടെ ഒരു ഹിസ്റ്ററി നമുക്ക് കിട്ടും. അങ്ങനെ ഒരു ഹിസ്റ്ററി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അത് ഏകദേശം ആ ഭൂമി എത്രത്തോളം നല്ല ഭൂമിയാണ്, എങ്ങനെയാണ് അതിന്റെ കിടപ്പ്, ആരൊക്കെയാണ് അതിൽ താമസിച്ചിരുന്നത്, ഏത് രൂപത്തിലാണ് അവരുടെ ജീവിതശൈലി എന്നെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ ആ ഒരു അന്വേഷണം പൊതുവിൽ വീട് എടുക്കുന്നതിന്റെ മുമ്പ്, സ്ഥലം എടുക്കുന്നതിന് മുമ്പ് നടത്തുന്നത് വളരെ ഉചിതമായിരിക്കും. അപ്പൊ ഇത്തരം ശവമടക്കിയ പറമ്പുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇനി ഇതൊന്നും അറിയാത്ത ചില വിഷയങ്ങളിൽ ചില അടയാളങ്ങളെ കൊണ്ട് ഇപ്പൊ ഈ ശ്വാസമുട്ട്, അതേപോലെ തന്നെ ഈ അങ്ങനെ എപ്പോഴൊരു ഭയം ഉണ്ടാകുക, പേടി ഉണ്ടാവുക, അതേപോലെ തന്നെ മരിച്ച ആളുകളൊക്കെ സ്വപ്നം കാണുക, ഒരു ഭ്രാന്ത് പോലെയുള്ള ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് എത്തുക, ഇങ്ങനെയുള്ള ചില സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചില അടയാളങ്ങളാണ്, ചില സൂചനകളാണ്. ശവമടക്കിയ വീടുമായി ബന്ധപ്പെട്ട് പിശാചിന്റെ ഷെറുമായി ബന്ധപ്പെട്ടുള്ള ചില സൂചനകളാണ്. ഈ കാൽപാദങ്ങളിലും കാലുകളിലൊക്കെ മാറാത്ത ചില ചൊറികള്, അതേപോലെ തന്നെ വൊമിറ്റിങ് തോന്നുക, അതേപോലെ തന്നെ നെഞ്ചത്ത് ഇങ്ങനെ കെട്ടി നിൽക്കുന്നത് പോലെ, തലക്കൊരു ഭാരമുള്ളതുപോലെ, എപ്പോഴും ഉറക്കം വരുന്നത് പോലെയൊക്കെ തോന്നുക, ഇങ്ങനെയുള്ള ഈ ഒരു അബോധാവസ്ഥയിലാവുക. ഇങ്ങനത്തെ ഈ വിഷയങ്ങളൊക്കെ ഇത്തരം പൈശാചികമായ ഷെറുകളുള്ള, അതേപോലെ തന്നെ ശവമടക്കിയ ചില വിഷയങ്ങളൊക്കെ ഉള്ള വീടുകളാണ്. അപ്പൊ അത്തരം വീടുകളൊക്കെ എടുക്കുന്ന സമയത്ത് തന്നെ ശ്രദ്ധിച്ചൊഴിവാക്കി കഴിഞ്ഞ് പിന്നീട് നമുക്ക് അത്തരം വിഷയങ്ങളിലേക്ക് നമ്മൾ ശ്രദ്ധിക്കേണ്ടതില്ലല്ലോ. നേരെ മറിച്ച് നമ്മൾ എടുത്തു കഴിഞ്ഞതിന് ശേഷം ഇത്തരം അടയാളങ്ങളൊക്കെ വരികയാണ് എന്നുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിച്ച് അതിനുള്ള വഴികളൊക്കെ മറ്റുള്ള ആളുകളോട്, അറിയുന്ന ആളുകളോടൊക്കെ ചോദിച്ച് ഇത്തരം വിഷയങ്ങൾ ഈ വീട്ടിൽ വരുമ്പോഴുണ്ട്. ഡോക്ടറെ കാണിക്കുമ്പോഴൊന്നും ഈ വിഷയങ്ങളൊന്നും കാണുന്നില്ല, ഉസ്താദ് ഒന്ന് നോക്കിയിട്ട് എന്താ കാര്യങ്ങളൊന്ന് പറഞ്ഞു തരണം എന്നൊക്കെ പറഞ്ഞാൽ ഇന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരൊക്കെ കൃത്യമായിട്ട് പഠിച്ച ആളുകൾ, ഭൂമിയെ കുറിച്ച് അറിയുന്ന ആളുകളൊക്കെ കൃത്യമായിട്ട് അത് പറഞ്ഞു വരും. ഈ പിശാചിന്റെ തേർവാഴ്ചകളുള്ള ചില ഭാഗങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു വീട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ വീടിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒരു ക്ഷേത്രമോ അല്ലെങ്കിൽ ഹൈന്ദവാചാരവുമായി ബന്ധപ്പെട്ട അമ്പലങ്ങളോ മറ്റോ ഉണ്ടെന്ന് വെക്കാം. അതേപോലെ തന്നെ അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ വേറൊരു അമ്പലം എന്തായാലും ഏകദേശം വരുമല്ലോ. അങ്ങനെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവരുടെ ആ മൂർത്തികൾക്കും അതേപോലെ ദേവങ്ങൾക്കൊക്കെ, അവരുടെ പിശാചുകൾക്ക്, ശൈത്വാനികൾക്കൊക്കെ അവരുടെ ഒരു സഞ്ചാരപാത മുറിക്കുന്ന രൂപത്തിലാണ് നമ്മുടെ വീടുകൾ മറ്റൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ വരും. അപ്പൊ ഇത്തരം പ്രയാസങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ശവവുമായി ബന്ധപ്പെട്ട പ്രയാസങ്ങൾ, പൈശാചിക ഷെറുള്ള വീടുകൾ, അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ പോക്കുവരവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ, ഈ പിശാചിന്റെ സഞ്ചാരപഥത്തിനെ തടസ്സപ്പെടുത്തുന്ന രൂപത്തില്, അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നേരത്തെ ഇപ്പൊ ഞാൻ സൂചിപ്പിച്ചല്ലോ, ഒരു കുടുംബം മരണപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ആ വീടെടുത്തതിന് ശേഷമാണെന്ന്. അതൊരിക്കലും അങ്ങനെ ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. അത് സ്വാഭാവികമായിട്ട് അങ്ങനെ സംഭവിച്ചതായേക്കാം. നമ്മുടെ വീട്ടിൽ ഇങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ വീട് വിൽക്കേണ്ട ആവശ്യം തന്നെ വരുന്നില്ല. നാം ചെയ്യേണ്ട ചില കാര്യങ്ങൾ അവിടെ കൃത്യമായി ചെയ്തു പോന്നാൽ ഒരു ശൈത്വാനിന്റെയും ഒരു പിശാചിന്റെയും ഒരു ദേവികളുടെയും ഒരു ദേവങ്ങളുടെയും ഒരു പോക്കുവരവിന്റെയും ശല്യം നമ്മുടെ വീട്ടിലുണ്ടാവില്ല. അതിന് കൃത്യമായി നാം ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യണം. എന്നാൽ ഒരു പ്രയാസം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ അത്തരം ഒരു വീട്ടിലായിരുന്നു വർഷങ്ങൾക്ക് മുമ്പ് താമസിച്ചിരുന്നത്. അങ്ങനെ താമസിച്ചിരുന്ന സമയത്ത് നമുക്ക് അത്തരം വിഷയങ്ങൾ വരാതിരിക്കാനുണ്ടായ കാരണം ഞാൻ ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പൊ അത്തരം പോക്കുവരവുകള്, അതേപോലെ തന്നെ ശവമടക്കിയ വീടൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത് കൃത്യമായി അറിയുന്ന വീടാണ്.
ഈ ഭാഗത്ത് ഇങ്ങനെ ഒരു ശവം അടക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അറിയുന്ന വീടാണെങ്കിൽ അതിന് കൃത്യമായൊരു വഴിയുണ്ട് ആ ഒരു പ്രശ്നത്തിനെ പരിഹരിക്കാൻ. ഒരുപാട് വഴികളുണ്ട്, അതിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്ന ചില വഴികളുണ്ട്. അപ്പൊ അത്തരം വഴികളൊക്കെ ചെയ്താൽ ആ പ്രശ്നങ്ങളൊക്കെ തീരും. ഈ പിശാചിന്റെ സാന്നിധ്യമുള്ള ചില ഏരിയകളുണ്ട്, അത് നമ്മൾ എത്ര നിഷേധിച്ചിട്ടും കാര്യമില്ല. ചില ഏരിയകളിലൊക്കെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാവും. ഇപ്പൊ ഈ കന്നിമൂല എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടിട്ടില്ലേ? പലരും പല വിഷയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിക്കുന്നവരൊക്കെയാണ്. എന്തു തന്നെയായാലും ഈ കന്നിമൂലയിലൊക്കെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ പിശാചിന്റെ സാന്നിധ്യമുള്ള സ്ഥലങ്ങളിൽ ഇപ്പൊ ഒരു ഉദാഹരണം പറയാം. കന്നിമൂലയിൽ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടെന്ന് ചിലരെങ്കിലും പറയുന്നില്ലേ? ചിലരൊന്നും സമ്മതിച്ചു കൊടുക്കൂല, ചിലരെങ്കിലും അത് പറയുന്നുണ്ടല്ലോ. ആ കന്നിമൂലയില് ഈ പിശാചുകൾക്ക് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മെ പഠിപ്പിച്ചതല്ലേ, നിങ്ങൾ ബാത്റൂമിലേക്ക് ചെല്ലുന്ന സമയത്ത് അല്ലാഹുമ്മ അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസി, ആൺ പിശാചുക്കളിൽ നിന്നും പെൺ പിശാചുക്കളിൽ നിന്നും കാവൽ തേടുന്നു എന്ന് പറഞ്ഞിട്ടല്ലേ നമ്മൾ ബാത്റൂമിലേക്ക് കയറുന്നത്. അപ്പൊ പിശാചുക്കൾ ഉണ്ട് എന്നുള്ളത് ഉറപ്പായില്ലേ? ആ പിശാചുക്കളുടെ സാന്നിധ്യം ഉണ്ടാകല് മ്ലേച്ഛമായ വസ്തുക്കളിലാണെന്ന് ഉറപ്പായില്ലേ? കാരണം അതുകൊണ്ടാണല്ലോ ബാത്റൂമിലേക്ക് കയറുമ്പോൾ അങ്ങനെ ചെല്ലാൻ വേണ്ടി നിർദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ ഈ കന്നിമൂലയിലൊക്കെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ട് എന്ന് ചില ആളുകളൊക്കെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, ചില മതവിഭാഗങ്ങളൊക്കെ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ, അവിടെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ അവിടെ നാം ബാത്റൂം വെച്ച് കഴിഞ്ഞാൽ, സ്വാഭാവികമായിട്ട് ഞാൻ നിങ്ങളോട് ചോദിക്കണം, അവിടെ ബാത്റൂം വെച്ച് കഴിഞ്ഞാൽ അത്തരം മ്ലേച്ഛമായ വസ്തുക്കളുള്ള ആ ഭാഗത്താണ് ഈ കന്നിമൂല വരുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ശൈത്വാനിന്റെ ആവാസ കേന്ദ്രമായി മാറൂലേ? സ്വാഭാവികമായൊരു സംശയമാണ്. അപ്പൊ അത്തരം മാറാൻ സാധ്യതയുണ്ട്. അതിന്റെ മറുപടിയാണ് പറയുന്നത്, മാറാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം ഭാഗങ്ങളൊക്കെ നല്ല ശുദ്ധമായ രൂപത്തിലേക്ക് മാറ്റിവെക്കണം, അല്ലെങ്കിൽ അവിടെ പിശാചിന്റെ സാന്നിധ്യം ഉണ്ടാകും. അപ്പൊ ഇത്തരം വിഷയങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. ഇങ്ങനെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയാൽ ഏതു വീടും സ്വർഗ്ഗതുല്യമാകും, ഏതു വീട്ടിലും പ്രയാസമുണ്ടാകില്ല. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നാം പറയുന്നത്, ഏത് രൂപത്തിലുള്ള വീടാണെങ്കിലും, ഇപ്പൊ വീടിന് പ്രയാസമുണ്ടെന്ന് ആരെങ്കിലും വന്ന് പറഞ്ഞു, അതേപോലെ തന്നെ നിങ്ങളുടെ ബാത്റൂം ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റണം, നിങ്ങളുടെ ഈ വീടിന്റെ സ്ട്രക്ചർ ശരിയായിട്ടില്ല, ഇതിന്റെ ഈ ഭാഗം പൊളിച്ചു മാറ്റണം, ഇങ്ങനെയൊക്കെ പറയുന്ന പല ആളുകളുണ്ട്. ഒരു വീടും നമ്മൾ സാമ്പത്തികമായി ചെലവഴിച്ച് ഫിനാൻഷ്യലി നല്ലോണം എക്സ്പെൻസ് നടത്തിയിട്ട് ഉണ്ടാക്കിയ ഒരു വീടും പൊളിച്ചു മാറ്റരുത്. അത് ഓർമ്മപ്പെടുത്തണം. നിങ്ങൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും, അത് വീട് പൊളിക്കാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, നിങ്ങൾ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വീടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് വിളിച്ചോ, ഒരു നിലക്കും പൊളിച്ചു മാറ്റേണ്ട ആവശ്യമില്ല. അതിനൊക്കെ പല പരിഹാരങ്ങളുണ്ട്. പൊളിച്ചു മാറ്റാൻ തന്നെ എന്തെങ്കിലും ഷെർ ഉണ്ടെന്ന് സമ്മതിച്ചാൽ തന്നെ ആ ഷെറുകളും പിശാചിന്റെയും ശൈത്വാനിന്റെയും ബുദ്ധിമുട്ടുകളെ മാറ്റാനുള്ള വഴികളുണ്ട്. നിങ്ങൾ ഈ നമ്പറിൽ ഞാൻ എന്നെ വിളിച്ചോ എന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, പൊളിക്കണ്ട എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അത്രയും ശക്തമായിട്ട് പറയുന്നത്. ഒരു വീടും നമ്മൾ എത്ര ചോര നീരാക്കിയിട്ട് ഗൾഫുകളിലൊക്കെ പ്രവാസികൾ പോയിട്ട് അങ്ങേയറ്റം കഷ്ടപ്പെട്ട് അവരൊക്കെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ പോയിട്ട് അവരെത്ര, നമ്മൾ ഈ നാട്ടിൽ ജോലി ചെയ്യുന്നതിനേക്കാട്ടിലും കൂടുതൽ അങ്ങേയറ്റം കഷ്ടപ്പെട്ട് വിയർപ്പ് ഒഴിച്ചുണ്ടാക്കിയ ആ വീട്, നല്ല മനോഹരമായി ഉണ്ടാക്കിയ ആ വീട് പൊളിക്കാൻ വേണ്ടിയിട്ട് പറയേ, അലങ്കോലമാക്കാൻ വേണ്ടി പറയേ, അത് വൃത്തികേടാക്കാൻ വേണ്ടി പറയേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അതിന് പരിഹാരമുണ്ട്, അതിന് ചെയ്യേണ്ട ചില വഴികളുണ്ട്. ആ വഴികൾ ചെയ്തിട്ട് നിങ്ങൾ ഒരു 40-60 ഒരു മാസമെങ്കിലും അങ്ങനെ ചെയ്തു നോക്ക്, ചുരുങ്ങിയത്. എന്നാൽ തന്നെ നിങ്ങൾ അനുഭവിക്കുന്ന ആ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകും. നാം ചെയ്യേണ്ടത് ചെയ്യണ്ടേ. പിന്നെ ഇത്തരം ചില കാര്യങ്ങളൊക്കെ നാം ശ്രദ്ധിക്കണം. സയന്റിഫിക്കലി ചില വിഷയങ്ങളൊക്കെ നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക്, ഇപ്പൊ ഒരു ഉദാഹരണം പറയാം, നമ്മുടെ വീടിന്റെ അകത്തളത്തിലേക്ക് ഒരു നിലക്കും ഈ സൂര്യപ്രകാശം തട്ടുന്ന രൂപത്തിലല്ല അതിന്റെ സ്ട്രക്ചർ. ഞാനൊരു ഉദാഹരണം പറയണം. ഒരു നിലക്കും നമ്മുടെ ഡൈനിങ് ഹാൾ, കൂടുതലായിട്ട് നാം സമയം ചെലവഴിക്കുന്ന നമ്മുടെ ഡൈനിങ് ഹാൾ പോലെയുള്ള ചില ഭാഗങ്ങളിലേക്ക് ഒരു നിലക്കും സൂര്യപ്രകാശം വരുന്നില്ല. എന്നാൽ ആ വീട്ടിൽ സ്വാഭാവികമായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് നാച്ചുറലി നമുക്ക് കിട്ടേണ്ട ചില ഊർജങ്ങളുണ്ട്. ആ ഊർജങ്ങൾ, എനർജി നമുക്ക് കിട്ടാത്തതുകൊണ്ട് സംഭവിക്കുന്നതാ. അതും പറഞ്ഞ് നമ്മുടെ വീട്ടിൽ അതുണ്ട് ഇതുണ്ടെന്ന് പറഞ്ഞിട്ട് വെറുതെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഒരു വീട് കണ്ടാൽ നമുക്ക് തിരിയും. നാം പല വീടുകളും നോക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് നമുക്കൊക്കെ മനസ്സിലാകുന്ന ചില വിഷയങ്ങളുണ്ട്. ഒരു പ്രശ്നം ഉണ്ടാവില്ല. ഇത്തരം ചില ചെറിയ ചെറിയ വിഷയങ്ങളുണ്ടാവുക. പല ആളുകളും പറമ്പില് നിധിയുണ്ടെന്ന് പറഞ്ഞ് ആ നിധി എടുക്കാൻ വേണ്ടി ശൈത്വാൻ വരുന്ന സമയത്താണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് ഭൂമിക്കടിയിൽ നിന്ന് ശൈത്വാനുകൾ തമ്മിൽ ഉണ്ടാക്കുന്ന ആ പ്രശ്നങ്ങളുടെ പേരിലാണ് നിങ്ങളുടെ വീട്ടിലുള്ളവർക്ക് രോഗങ്ങൾ ഉണ്ടാകുന്നത് എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിക്കപ്പെടുന്ന എത്രയോ ആളുകളുണ്ട്. പലരും നമ്മെ ഫോൺ വിളിക്കുമ്പോഴാണ് അത്തരം വിഷയങ്ങളൊക്കെ അറിയുന്നത്. ഒരു പ്രയാസവും ഇല്ല. പോക്കുവരവിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന എത്ര ആളുകളെന്നറിയോ?
ഞാനൊരു കാര്യം പറയട്ടെ, ഒരു പോക്ക് വരവ് കൊണ്ടും, ഞാൻ വീട്ടിൽ പ്രയാസങ്ങൾ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത്, ഒരു പോക്ക് വരവ് കൊണ്ടും അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ തകർക്കുന്ന രൂപത്തിലുള്ള വലിയ പ്രതിസന്ധികളൊന്നും സംഭവിക്കൂല. ഇനി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ അത് പരിഹരിക്കപ്പെടാനുള്ള മാർഗങ്ങളാണ് ഇതിൽ പറയുന്നത്. വളരെ കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കുക. ഏത് പിശാചിന്റെയും, ഏത് കൊടിയ ശൈത്താന്റെയും, ഏത് വലിയ ഷെറുകളാണെങ്കിലും അതിനൊക്കെ തട്ടിമാറ്റാനുള്ള വലിയ വഴിയാണ് പ്രിയമുള്ളവരെ ഇബാദത്തുകളിൽ സജീവമാവുക എന്നുള്ളത്. ഞാനിതിൽ 5 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഈ 5 കാര്യങ്ങൾ ഏതു വീട്ടിലാണോ കൃത്യമായി നിർവഹിക്കപ്പെടുന്നത് ആ വീട്ടിൽ ഒരു ശൈത്താനിന്റെയും ഒരു പിശാചിന്റെയും ഒരു ബുദ്ധിമുട്ടും ഒരു ഷെറും ഉണ്ടാകില്ല എന്ന് 100% ഉറപ്പ് നൽകണം. നിങ്ങളിത് ചെയ്തു നോക്കൂ. ഇങ്ങനൊന്നും ചെയ്യാതിരിക്കുമ്പോൾ അവിടെ ശൈത്താനിന്റെ സാന്നിധ്യം ഉണ്ടാവും. നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചില വസ്തുതകളൊക്കെ മനസ്സിലാക്കണം. ഞാൻ നേരത്തെ കൃത്യമായി പറഞ്ഞു, കന്നിമൂലയിലെ പിശാചുകള് ശൈത്താനുകളുടെ അവരുടെ ആവാസ കേന്ദ്രമാണ് എന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ അവരുടെ സാന്നിധ്യം അവിടെ ഉണ്ടെന്ന് സങ്കല്പിക്കാം. എന്നാൽ ആ കന്നിമൂലയിൽ നാം ബാത്റൂമോ അല്ലെങ്കിൽ മ്ലേച്ഛമായ വസ്തുക്കളോ അല്ലെങ്കിൽ കുളിപ്പുരയൊക്കെ വെച്ചാൽ ശൈത്വാനുകൾക്ക് ഒന്നുകൂടെ സജീവമാകാനുള്ള കാരണമാകും. നേരെ മറിച്ച് ആ ഭാഗത്ത് നാം നമ്മുടെ ഇബാദത്ത് ചെയ്യാനുള്ള സ്ഥലങ്ങളാക്കി മാറ്റിയെടുക്കുക. അതേപോലെ തന്നെ നമ്മുടെ മെയിൻ ബെഡ്റൂം അത് ആ ഭാഗത്തേക്ക് ആക്കുക. അതേപോലെ തന്നെ ഇബാദത്തുകൾ ചെയ്യുന്ന ആരാധനകൾ നിർവഹിക്കപ്പെടുന്ന ഒരു ഏരിയ ആയിട്ട് ആ ഏരിയ മാറിയാൽ ഉള്ള ശൈത്വാന്റെ ശർറങ്ങ് പോവില്ല ചെയ്യുക. അത്തരം ഭാഗങ്ങളിൽ ശൈത്വാൻ ഉണ്ടാവും. അവിടുന്ന് ഒരു വാങ്ങി വിളിക്കുമ്പോഴേക്ക് ശൈത്താൻ പോവില്ലേ ചെയ്യാ. അപ്പൊ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളതാണ്. ഏതു പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടെങ്കിൽ അതൊക്കെ പരിഹരിക്കപ്പെടാൻ കഴിയും ഇത്തരം വിഷയങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അപ്പോ നമ്മുടെ വീട്ടിൽ സംഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പ്രതിസന്ധികൾക്കും ഈ ശവമടക്കിയ വീടാണെങ്കിലും അതേപോലെ തന്നെ പിശാചിന്റെ ശല്യമുള്ളത്, പോക്ക് വരവുള്ളത്, വീടിന്റെ സ്ട്രക്ചർ, ചില വീടുകളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. വീടിന്റെ സ്ട്രക്ചർ, നമ്മുടെ കണക്കുകളും അതിന്റെ കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ട് അതിന്റെ സൂര്യപ്രകാശമൊക്കെ ലഭിക്കുന്ന രൂപത്തിലൊക്കെ കൃത്യമായിട്ടാണ് അതിന്റെ ഒരു വീട് ഫസ്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ നല്ലോണം ശ്രദ്ധിക്കണം. പല ആളുകളും നമുക്ക് പ്ലാൻ അയച്ചിട്ട് ഈ വീടിന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇതിന്റെ ബാത്റൂമിന്റെയും അതേപോലെ തന്നെ ബെഡ്റൂമിന്റെയും മാസ്റ്റർ ബെഡ്റൂമിന്റെയും അതേപോലെ കിച്ചണ് തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തണോ, അതൊരു ഫോർമാലിറ്റിക്ക് വേണ്ടിയിട്ടല്ല. അത് ആത്മാർത്ഥമായിട്ട് ചോദിക്കുന്നവരോടൊക്കെ നമ്മൾ അറിയുന്ന രൂപത്തിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട്. ചില ബാത്റൂമുകളൊക്കെ നമ്മൾ മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്യാറുണ്ട്. ചില കിച്ചൺ ഏരിയകളൊക്കെ നമ്മൾ മാറ്റിയിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്യാറുണ്ട്. ചിലപ്പോൾ ഈ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ ചിലപ്പോൾ ചില കിച്ചണൊക്കെ വരും. ആ സമയത്ത് ഈ പടിഞ്ഞാറ് ഭാഗത്തൊക്കെ വരുന്ന സമയത്ത് പല കാരണങ്ങളെ കൊണ്ട് നമ്മളത് മറ്റു ഭാഗങ്ങളിലേക്കൊക്കെ മാറ്റിക്കൊടുത്ത് അതിന്റെ ഉത്തമ സ്ഥാനത്തേക്ക് മാറ്റി കൊടുക്കാറുണ്ട്. ചിലപ്പോൾ ചില കിണറുകളുടെ സ്ഥാനം അവർ കണ്ടെത്തിയ സ്ഥലം വേറൊരു സ്ഥലമായിരിക്കും. അത് നമുക്ക് ഉചിതമല്ല എന്ന് തോന്നുമ്പോൾ നമ്മളത് കൃത്യമായ സ്ഥലത്തേക്ക് റീപ്ലേസ് ചെയ്ത് കൊടുക്കാറുണ്ട്. അത് ചിലതൊക്കെ ഇങ്ങനെ ഫോണിലൂടെ പറഞ്ഞാൽ മനസ്സിലാവില്ല. അത് നേരിട്ട് ആ പ്ലോട്ടിൽ ചെന്ന് ഭൂമിയുടെ ഗമനാഗമനങ്ങൾ മനസ്സിലാക്കി, ഭൂമിയുടെ കിടപ്പ് മനസ്സിലാക്കി, അതിന്റെ ചരിവ് മനസ്സിലാക്കിയിട്ട്, വായുസഞ്ചാരം മനസ്സിലാക്കിയിട്ട്, അവിടുത്തെ ഭൂമിയുടെ ആ ശാസ്ത്രീയമായ രൂപങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് വിലയിരുത്തേണ്ടതാണ്. അപ്പൊ അത്തരം വിഷയങ്ങളൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. അപ്പൊ ശവമടക്കിയ വീടാണെങ്കിലും ശൈത്വാന്റെ ഷെറുള്ള വീടാണെങ്കിലും പോക്ക് വരവുള്ള വീടാണെങ്കിലും അമ്പലത്തിന്റെ നടകൾ മുറിച്ചുണ്ടാക്കപ്പെട്ട വീടാണെങ്കിലും ഏതു വീടാണെങ്കിലും ചില മരങ്ങളിലൊക്കെ പിശാചുകളുടെ സാന്നിധ്യം ഉണ്ടാവും. എന്റെ ശബ്ദം ഉമ്മമാര് കേൾക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ അറിയാം. ചില മരങ്ങളൊക്കെ പിശാചിന്റെ ശൈത്വാനിന്റെ ഷെറുകളൊക്കെ നല്ലോണം ഉണ്ടാകുന്ന ചില മരങ്ങളൊക്കെ ഉണ്ടാകും. പഴയ കാലങ്ങളിലുള്ള ആളുകൾക്കൊക്കെ അറിയാം. അത്തരം വിഷയങ്ങളൊക്കെയാണെങ്കിലും അതൊക്കെ പരിഹരിക്കപ്പെടാൻ പ്രിയമുള്ളവരെ 5 കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ കൃത്യമായി നിർവഹിക്കപ്പെടുക. ഈ 5 കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കപ്പെടുന്ന ഒരു വീട്ടിലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഉറപ്പിച്ച് പറയാണ്, ഒരു കാരണവശാലും പ്രയാസങ്ങൾ ഉണ്ടാകില്ല. അതേത് പ്രയാസങ്ങളെ കൊണ്ടാണെങ്കിലും. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ശാസ്ത്രീയമായിട്ടുള്ള ചില വിഷയങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നാം ശ്രദ്ധിക്കണം. നമ്മുടെ വീടിന്റെ അകത്തളങ്ങളിലേക്ക് വായുസഞ്ചാരം വരണം. അതിങ്ങനെ സർക്കുലേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ വേണം. അതിങ്ങനെ തുറന്നു വെച്ച് വായു ഒരു ഭാഗത്തിലൂടെ വന്നിട്ട് എയർ മറ്റൊരു ഭാഗത്തിലൂടെ എയർ സർക്കുലേഷൻ നടക്കണം. അതൊക്കെ ആദ്യമേ അങ്ങനെയാണ് നാം ക്രമീകരിക്കേണ്ടത്. പ്രത്യേകമായി ശ്രദ്ധിക്കണം. ഒരു വീടെടുക്കുമ്പോൾ തീർച്ചയായിട്ടും നാം ആ വീടെടുക്കുമ്പോൾ ആ പറമ്പിന് എന്തെങ്കിലും ദോഷങ്ങളുണ്ടോ, അല്ലെങ്കിൽ ഒരു വീട് പ്ലാൻ വെച്ച് ആ വീട് എടുക്കാൻ വേണ്ടി പോകുമ്പോൾ ഈ പ്ലാനിൽ ഈ വീട് വെച്ച് കഴിഞ്ഞാൽ ഇതിന് എത്രത്തോളം ഇത് നന്നായിരിക്കും എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ആദ്യമേ മനസ്സിലാക്കണം.
ഇൻഷാ അല്ലാഹ് അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞ് വീടുണ്ടാക്കിയിട്ട് നിങ്ങൾ ഈ പറയുന്ന 5 കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിൽ കൃത്യമായി നിർവഹിച്ചു കൊണ്ടുവരിക. അതിലൊന്നാമത്തെ കാര്യം വളരെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് 5 വഖത്ത് നിസ്കാരം ആ വീട്ടിലെ നിർബന്ധമായിട്ടും പ്രായപൂർത്തിയെത്തിയ ഒരാളും ഒഴിവാക്കുന്ന സിറ്റുവേഷൻ, അവസ്ഥാവിശേഷം ആ വീട്ടിൽ ഉണ്ടാകാതിരിക്കുക. ഇപ്പൊ നല്ല സന്തോഷത്തിലായിരിക്കും ജീവിക്കുക. ഒരു കാലത്ത് നമ്മുടെ വീട്ടിൽ ബറക്കത്ത് മുഴുവനും നഷ്ടപ്പെടും. ബറക്കത്ത് മുഴുവനും നഷ്ടപ്പെടുമെന്ന് മാത്രമല്ല, അതിന്റെ ഉത്തരവാദിത്വം അത് ഏറ്റെടുക്കേണ്ടവർ കൃത്യമായി നിർവഹിക്കുക തന്നെ ചെയ്യണം. പ്രത്യേകിച്ച് സുബഹ് നിസ്കാരം. എന്റെ പ്രിയമുള്ളവരെ, സുബഹ് പലരും ഖളാ ആക്കുന്നവരാണ്. രാത്രിയിൽ അവർ അവരുടെ തിരക്കുകൾ ഒഴിഞ്ഞ് 12 1 മണിയൊക്കെ ആയി വന്ന് വീട്ടിൽ കിടന്നുറങ്ങിയിട്ട് രാവിലെ സുബഹ് ഖളാ ആക്കുന്ന സിറ്റുവേഷൻ നമ്മുടെ വീടുകളിൽ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കണം. രാത്രിയിൽ നൈറ്റ് ലൈഫുള്ള കാലമാണ്. ഇപ്പൊ എല്ലാവരും ഒരു ഇശാ നിസ്കാരമൊക്കെ കഴിഞ്ഞ്, ഞാൻ നിസ്കാരം എന്ന് പറഞ്ഞത് ആ സമയത്തിന് സൂചിപ്പിച്ചു പറഞ്ഞതാ, നിസ്കരിക്കാത്ത പല ആളുകളുണ്ട്. ഇശായിന്റെ ഒക്കെ ഒരു ടൈം കഴിഞ്ഞ് ഏകദേശം 7:30 8 മണിയൊക്കെ ആവുമ്പോൾ കഴിഞ്ഞാണ് ടൗണിലേക്ക് പോവുക. ടൗണിലേക്ക് പോയി അവർ ബീച്ചുകളിലും മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ സമയം ചെലവഴിച്ച് വീട്ടിലേക്ക് എത്തുന്ന സമയം 1 മണിയൊക്കെ ആയിട്ടായിരിക്കും. പോകുന്നതിനും തടസ്സമില്ല. എത്ര പോയി കഴിഞ്ഞാലും നമ്മുടെ വീട്ടിൽ കൃത്യമായി നിസ്കാരം നിർവഹിക്കപ്പെടണം. 5 വഖത്ത് നിസ്കാരം ഒരു നിലക്കും ഖളാ ആക്കുന്ന സിറ്റുവേഷൻ നമ്മുടെ വീട്ടിലുണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ മക്കളുടെ കാര്യത്തിൽ മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത്. പ്രത്യേകിച്ച് സുബഹ് ഖളാ ആകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സുബഹ് ഖളാ ആകുന്ന ഒരു വീട്ടിലും പ്രിയമുള്ളവരെ എത്ര നന്നാക്കിയാലും ആ വീട്ടിൽ ബറക്കത്ത് ഉണ്ടാവില്ല. നല്ലോണം ശ്രദ്ധിക്കണം. അത് 7 വയസ്സ് കഴിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട മക്കളുണ്ടെങ്കിൽ ആ മക്കളെ നിങ്ങൾ വിളിക്കണം. മുമയ്യസായ കുട്ടികളാണ്. അവരെ 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കൽപ്പിക്കപ്പെടൽ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യും. ഓരോ നിസ്കാരവും ഖളാ ആക്കിയതിന്റെ പേരില്, അവരൊഴിവാക്കിയതിന്റെ പേരില് ഓരോ മാതാപിതാക്കളോടും, എന്റെ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ഉമ്മമാരോടും ഉപ്പമാരോടും ചോദ്യം ചെയ്യപ്പെടും. എന്ത് മറുപടി ഞങ്ങൾ പറയാ? എന്താ മറുപടി പറയാൻ കഴിയുക? അപ്പൊ 7 വയസ്സായി കഴിഞ്ഞ ഓരോ കുട്ടികളും, 7 വയസ്സ് മുതലുള്ള എല്ലാ കുട്ടികളും നിസ്കരിക്കണം എന്നുള്ള ഒരു നിർബന്ധം മാതാപിതാക്കളാകുന്ന നമുക്കുണ്ടായി. ആ വീട്ടിൽ 5 വഖത്ത് നിസ്കാരം നിർവഹിക്കപ്പെടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് ഉറക്കം. ഈ സുബഹയുടെയും അതേപോലെ തന്നെ സൂര്യൻ ഉദിക്കുന്നതിന്റെയും ഇടയിലുള്ള ഉറക്കം. സുബഹ നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന്റെ ഇടയിലുള്ള സമയം, ആ സമയത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. നല്ലോണം ശ്രദ്ധിച്ച് കേൾക്കണം. സുബഹ് നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നതിന്റെ ഇടക്കുള്ള സമയം, ആ സമയത്തിന് വലിയ ശ്രേഷ്ഠതയുണ്ട്. ആ സമയത്ത് ഉറങ്ങുന്നത് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്ത് നഷ്ടപ്പെടാൻ വലിയ കാരണമാകും. അത് ഇപ്പോൾ തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരവസ്ഥാവിശേഷം ഉണ്ടോ എന്ന് നോക്കുക. ഇനി ആ സമയത്ത് ഉറക്കം വരുന്നൊരു സിറ്റുവേഷൻ ആണെങ്കിൽ എന്തെങ്കിലും പണികളിൽ ഏർപ്പെടുക. ഒന്നുമില്ലെങ്കിൽ നമുക്ക് നമ്മുടെ ആരോഗ്യത്തിന്, നമ്മുടെ ആരോഗ്യം നന്നാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു എക്സസൈസ് ഉണ്ടല്ലോ, വ്യായാമം, അതെങ്കിലും ചെയ്യുക. ഒരു പണിയും ഇല്ലെങ്കിൽ ഉറങ്ങിക്കഴിയുന്ന എന്ത് പ്രവർത്തനങ്ങളിലും ഏർപ്പെടാം, ഒരു കുഴപ്പമില്ല. യഥാർത്ഥത്തിൽ ഒരു ഈമാനുള്ള മുഅ്മിൻ ചെയ്യേണ്ടത് ആ സുബഹ് നിസ്കാരം കഴിഞ്ഞ് സൂര്യൻ ഉദിക്കുന്നത് വരെ അള്ളാഹുവിനെ ഇബാദത്തിലായിട്ട് സമയം ചെലവഴിക്കുകയാണ്. അതാണ് ഏറ്റവും നല്ലത് ആ സമയത്ത്. ഇനി ഇതിനൊന്നും താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ തന്നെ, ഞാൻ താല്പര്യമില്ല എന്ന് പറയില്ല, ഇതിനൊന്നും കഴിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന കാര്യം കൃത്യമായിട്ട് ചെയ്യാം. അതായത് എന്തെങ്കിലും കാര്യങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ എല്ലാ ദിവസവും യാസീൻ പാരായണം ചെയ്യാം. അത് ഇശാ മഗ്രിബിന്റെ ഇടയിൽ ഓതുന്നവരാണെങ്കിലും അല്ലെങ്കിലും സുബഹ് നിസ്കാരം കഴിഞ്ഞ് ഒരു യാസീൻ, അത് വലിയ ബർക്കത്തുണ്ടാവും. നമ്മുടെ മജ്ലിസിൽ എല്ലാ സുബഹിക്കും മഗ്രിബിന് ശേഷം യാസീൻ ഓതുന്നുണ്ട്. ഒരു യാസീൻ സുബഹിന്റെ മഗ്രിബിന്റെ ഇടയിൽ ഓതുക, വലിയ ബർക്കത്താണ് അതിന്. അതേപോലെ തന്നെ ഹൈഫുലിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വീട്ടിൽ ചെയ്തു വെക്കുക. ഹൈഫുലിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ആഫത്ത് മുസീബത്തുകളും ബുദ്ധിമുട്ടുകളിലും ഒന്നും പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല നല്ല ആത്മീയ രീതികളുണ്ട്. അതിന് ഖുർആൻ കൊണ്ടുള്ള ആത്മീയ രീതിയുണ്ട്, അസ്മാ കൊണ്ടുള്ള ആത്മീയ രീതിയുണ്ട്. അതേപോലെ തന്നെ ചില കാര്യങ്ങൾ ചെയ്തു വെക്കുക. അസ്മാ ഉൽ ബദ്ർ പോലെയുള്ള ചില സംഗതികൾ, നിങ്ങൾക്കതുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങളൊക്കെ അറിയാലോ. ഞാൻ വീഡിയോ ലെങ്ത് ആയി പോകുന്ന കൊണ്ട് പറയാതിരിക്കുന്നതാണ്.
നമ്മുടെ വീട്ടിൽ അസ്മാഉൽ ഹുസ്ന വലിയ കാവലല്ലേ? അസ്മാഉൽ ഹുസ്നയുമായി ബന്ധപ്പെട്ടതോ അല്ലെങ്കിൽ അതിന് നല്ല ആത്മീയ രീതികളുണ്ട്. പലരും നമ്മളോട് അതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. ഉസ്താദ്, വീടിന്റെ ഹിഫ്ളിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? വീടിന്റെ കാവലിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? പിശാചിനെ തൊട്ടുള്ള ഷർറിനെ തൊട്ടുള്ള കാവലിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? ഞങ്ങളുടെ മക്കളുടെ കാവലിന് വേണ്ടി എന്താ ചെയ്യേണ്ടത്? അത്തരം വിഷയങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്യാം. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ, നിസ്കാരം നിലനിർത്തുക, സുബഹ് പ്രത്യേകം വളരെയധികം ശ്രദ്ധിച്ച് നിസ്കാരം നിലനിർത്തുക. 7 വയസ്സുള്ള കുട്ടികൾ മുതൽ വീട്ടിൽ നിസ്കരിക്കുന്ന ഒരു സംവിധാനം ഏർപ്പെടുത്തുക. ഒരു ദിവസം അത് ഒഴിവാക്കാതിരിക്കുക. അതേപോലെ തന്നെ സുബഹ് മുതൽ സൂര്യൻ ഉദിക്കുന്നത് വരെയുള്ള ടൈമിൽ ഉറങ്ങാതിരിക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കുക. യാസീൻ നമ്മുടെ വീട്ടിൽ പതിവാക്കുക. കാവലിന് വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മുടെ വീട്ടിൽ ചെയ്തു വെക്കുക. ഈ കാര്യങ്ങൾ കൃത്യമായി നിർവഹിക്കപ്പെടുന്ന വീടാണോ, ആ വീട് നിലകൊള്ളുന്ന പറമ്പാണോ, ആ വീട്ടില് ശവമടക്കിയതിന്റെ പേരിലോ പോക്കുവരവിന്റെ പേരിലോ പിശാചിന്റെ പേരിലോ ശൈത്വാനിന്റെ പേരിലോ ഒരു പ്രയാസവും ഉണ്ടാകില്ല എന്ന് 100% ഉറപ്പ് തരാൻ സാധിക്കും. എന്നെങ്കിലും ഒരു ദിവസം ചെയ്യുന്നവരെ കുറിച്ചല്ല ഈ പറയുന്നത്, എപ്പോഴെങ്കിലും ചെയ്യുന്നതിനെ കുറിച്ചും അല്ല ഈ പറയുന്നത്. ഈ പറയുന്നത് സ്ഥിരമായി ഇത് ലൈഫ് സ്റ്റൈലാക്കി മാറ്റി, ഇതൊരു റൊട്ടീനാക്കി കൊണ്ട് നടക്കുന്ന ആളുകൾക്ക് ഇത്തരം പ്രയാസങ്ങൾ ഒരു കാരണവശാലും ഉണ്ടാവില്ല. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തി നോക്കൂ. അതിന് മാതാപിതാക്കൾ തയ്യാറാവണം. മക്കളെ വിളിക്കണം. സുബ്ഹ് ഖളാ ആകുന്നതിന്റെ തൊട്ട് മുമ്പെങ്കിലും കുട്ടികളെ വിളിച്ച് നിസ്കരിപ്പിക്കാൻ വേണ്ടി ഓരോ മാതാപിതാക്കളും അതിന് തയ്യാറായി മുന്നോട്ട് വരണം. എന്നാൽ ആ വീട്ടിലൊരു പ്രയാസം ഉണ്ടാവില്ല. ഒരു പക്ഷെ എന്തെങ്കിലും ശൈത്വാനിന്റെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളെ കൊണ്ട് ഇബാദത്ത് ചെയ്യുന്ന ഒരു വാങ്ക് വിളിച്ചാൽ തന്നെ ശൈത്വാൻ ഓടുന്നല്ലേ? ഒരു അഴവ് തോതിക്കഴിഞ്ഞാൽ ശൈത്വാൻ ഓടൂലേ? നിസ്കരിക്കുന്ന വീട്ടില് ശൈത്വാന്റെ ശർറ് ഉണ്ടാവോ? അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്താൽ അത് വലിയ പരിഹാരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും പ്രയാസങ്ങളിൽ നിന്ന് വലിയ സലാമത്ത് നൽകട്ടെ. എല്ലാവരോടും ഓർമ്മപ്പെടുത്താനുള്ളത്, നിങ്ങളൊക്കെ പലരും ഇപ്പൊ കഴിഞ്ഞ ദിവസം സിഹറിന്റെ വീഡിയോ ഇട്ടപ്പോഴും അതേപോലെ ഒരുപാട് വിഷയങ്ങൾ ഇട്ടപ്പോ ഒരുപാട് ആളുകൾ ഡെയിലി എത്രയോ കോളുകൾ നിരന്തരം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ആ ഒരു വരവ് ഒഴിവാക്കാനും നിങ്ങൾ ആ വിളിക്കുന്ന സമയത്തൊക്കെ മറ്റുള്ളവർക്ക് അവരവരുടെ വിഷയങ്ങൾക്ക് പരിഹാരങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സമയമാണ്. അത്തരം കാര്യങ്ങളൊക്കെ മുടങ്ങിപ്പോകുന്നുണ്ട് പല ആളുകളും ഫോൺ വിളിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ നേരിട്ട് കാണാനുള്ള ഡേറ്റ് ചൊവ്വാഴ്ചകളിൽ മാത്രമാണ്. ചൊവ്വാഴ്ച നേരിട്ട് വരാൻ വേണ്ടി ബുക്ക് ചെയ്യാൻ വിളിക്കേണ്ടത് ഞായറാഴ്ച 10 മണിക്കാണ്. വിളിച്ച് ബുക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വരാവൂ. പലരും ബുക്ക് ചെയ്യാതെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് നമുക്കിതൊക്കെ പറയേണ്ടി വരുന്നതെന്ന് ഓർമ്മപ്പെടുത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ വിഷയങ്ങളിലൊക്കെ വലിയ സലാമത്ത് നൽകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രയാസങ്ങളിൽ നിന്നും വലിയ സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.